അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു ഓഫ് റോഡ് മാപ്പ് ഒന്ന് ഓടിച്ച് നോക്കാൻ പോവാണ്. ചെറിയ ഓഫ് റോഡല്ല, അത്യാവശ്യം നല്ല അടിപൊളി ഓഫ് റോഡാണ്. അവിടെ ഓഫ് റോഡ് വണ്ടികളൊക്കെ ഉണ്ടായതാണ് ശരിക്കും കയറുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് ബസ് ഒന്ന് ഓടിച്ച് നോക്കാം, നമ്മുടെ കൊമ്പനൊന്ന് കയറുമെന്നൊന്ന് നോക്കി നോക്കാം. മിക്കതും ഓഫ് റോഡ് വണ്ടികൾ മാത്രം അവിടെ കയറാറുള്ളൂ. എന്തായാലും ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ കൊമ്പൻ്റെ യോദ്ധാവാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊമ്പൻ്റെ യോദ്ധാവ്. നമുക്ക് നല്ല അടിപൊളി ഒരു മോഡ് കിട്ടി കൊമ്പൻ്റെ യോദ്ധാവിൻ്റെ. പിന്നെ അതുപോലെ തന്നെ മോഡിൽ മാപ്പിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നല്ല ഓഫ് റോഡ് മാപ്പ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ കൊടുത്ത് നോക്കാം. ഇതാണ് നമ്മുടെ കൊമ്പൻ്റെ വണ്ടി, അതായത് നമ്മുടെ യോദ്ധാവ് എന്ന് പറഞ്ഞ വണ്ടി. അപ്പോൾ നമ്മുടെ ഓഫ് റോഡ് മാപ്പ് നമ്മളിവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങി തുടങ്ങി ഓഫ് റോഡ് തുടങ്ങും. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫ് റോഡ് മാപ്പ്. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. അതാണ് അശോക് ലൈലാൻഡിൻ്റെ ഒരു സ്റ്റിയറിംഗ് നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റപ്പിലൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് എന്തായാലും ഒന്ന് ഓടിച്ച് നോക്കാം. ഇവിടെ നിന്ന് ഓഫ് റോഡ് തുടങ്ങും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി നോക്കാം. ഞാൻ നേരത്തെ വന്ന കുറച്ച് അടിപൊളിയായിട്ടുള്ള ഓഫ് റോഡാണ്. അപ്പോൾ അങ്ങനെ സാധാരണ ബസ്സൊന്നും അങ്ങനെ കയറില്ല. എന്തായാലും നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. സാധാരണ ബസ്സൊന്നല്ല, സാധാരണ വണ്ടികൾ അങ്ങനെ കയറാറില്ല. ശരിക്കും ഓഫ് റോഡ് വണ്ടി വന്നാലേ കയറുള്ളൂ. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. എന്തായാലും നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇനി മൈക്ക് ഊരാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇനി ബസ്സിൻ്റെ സൗണ്ട് കേൾക്കാം. കാറ്റൊക്കെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് കയറി. പതുക്കുന്ന ബൈക്ക് പിടിച്ച് നോക്കാം. അങ്ങനെ വഴിയിലൊക്കെ നമ്മളിത് ചെറുതായിട്ടൊന്ന് പെട്ടു എന്ന് തോന്നുന്നു. കാരണം വണ്ടി ഇപ്പോൾ നീങ്ങണില്ല. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് എക്സ്ട്രീമായിട്ടുള്ള ഓഫ് റോഡാണ്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം വെള്ളം സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ശരിക്കുള്ള ഓഫ് റോഡ് വണ്ടി വന്നാൽ എന്നിലേക്ക് വെള്ളം തോന്നും. അപ്പോൾ ഇത് റിവേഴ്സ് എടുത്തപ്പോൾ കിട്ടിയിരുന്നു. അപ്പോൾ നേരത്തെ കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ. നമുക്ക് ഈ സൈഡിൽ കൂടെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ പിന്നെയും പെട്ടു. അപ്പോൾ പിന്നെയും നമ്മുടെ ടയർ മാത്രം തീരാനുള്ള നീങ്ങണില്ല. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പം ജസ്റ്റിന് നേരത്തെ ഒന്ന് കയറിപ്പോയായിരുന്നു. പക്ഷെ ഇപ്പോൾ കയറുന്നില്ല. അതായത് നമുക്കൊന്ന് തിരിച്ച് നീക്കി നോക്കാം. അപ്പോൾ നമ്മളിതേ സൈഡിൽ കൂടെ കയറി. അപ്പോൾ ഞാൻ വെച്ചാൽ ഫുള്ള് പോയിന്നാണ്. അപ്പോൾ എന്തായാലും കയറി. അപ്പോൾ നമുക്കൊന്നും കൂടി ഒന്ന് കയറ്റിയെടുത്ത് നോക്കാം. കയറുന്നില്ലല്ലോ. ഒന്നും കൂടി ഒന്ന് ബസ് എടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇടിച്ചൊന്ന് കയറ്റി വെക്കാം. കയറുന്നില്ല. നമുക്ക് മറ്റേ സൈഡിൽ കൂടെ ഒന്ന് കയറ്റി വെക്കാം. അപ്പുറത്ത് ചെറുതായിട്ടൊരു ഗ്യാപ്പ് ഉണ്ട് തോന്നും. ഓക്കെ കയറി സെറ്റായിട്ട്. അപ്പോൾ നമ്മൾ കയറിയാണ്. അപ്പോൾ ഇനിയാണ് ശരിക്കും ഓഫ് റോഡൊക്കെ വരാൻ പോകുന്നത്. കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ ഫോർഡിൻ്റെ ട്രക്കൊക്കെയാണ് വേണ്ടിയിട്ട് ഓടിക്കാറ്. അപ്പോൾ വെള്ളമൊക്കെ വന്നു തുടങ്ങി. നിങ്ങൾക്ക് നോക്കി കാണാം. വെള്ളത്തിൽ നമ്മുടെ കൊമ്പൻ പൂവെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഈ സൈഡിൽ കൂടെ ഓടിച്ചങ്ങോട്ട് എടുത്ത് കയറ്റാം. ഓക്കെ കയറി. അയ്യോ കയറുന്നില്ല. നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കാം ഒന്നുകൂടി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രാവശ്യം ഒന്ന് പിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു വഴി നമുക്ക് ജസ്റ്റ് ഞാനൊന്ന് വഴിയൊന്ന് നോക്കട്ടെ. നമുക്ക് നേരെ ഒന്ന് പോയി നോക്കാം. ഓക്കെ സൈഡിൽ കൂടെ പോവാം. അപ്പോൾ ഇതേപോലെ
ഈ വഴി വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇനി ഇടയിൽ കുറച്ചും കൂടി വലിയ കൂടിയ സംഭവങ്ങളൊക്കെ വരും. ഇപ്പോൾ തൽക്കാലം കുഴപ്പമില്ല. അയ്യോ ഇവിടെ ജസ്റ്റ് ഇറങ്ങിയ, അയ്യോ ഇവിടെ പെട്ടു തോന്നുന്നു. കയറുന്നില്ലല്ലോ. ഇവിടെ എന്താണ്? അയ്യോ ഇവിടെ മുൻഭാഗം ജസ്റ്റ് ഒന്ന് തട്ടിയെന്നാണ്, അത് തന്നെ നമുക്ക് കയറുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നോക്കി നോക്കാം. കയറുന്നില്ല. അറ്റ്ലാസ് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് റിവേഴ്സ് എടുത്തിട്ട് കയറ്റാൻ പറ്റുമോ നോക്കട്ടെ. അപ്പുറത്ത് കൂടെ ഒന്ന് കയറ്റി നോക്കാം. അപ്പുറത്ത് കുറച്ച് സ്ഥലം കിടക്കുന്നുണ്ട്. ഇത് ഇവിടെ കൂടെ കയറ്റാൻ പറ്റും തോന്നുന്നു. ഇവിടെ കൂടെ വലിയ കുഴപ്പമില്ല. ഇവിടെ ആകുമ്പോൾ ഈസി ആയിട്ട് കയറിപ്പോന്നു. അപ്പോൾ നമ്മുടെ മറ്റേ സൈഡൊക്കെ കയറിപ്പോന്നു. അപ്പം ഇനി ഇവിടെ കുറച്ച് വെള്ളമാണ്. വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് അപ്പുറത്തേക്ക് കയറുന്നതാണ് പണി. ജസ്റ്റ് ആദ്യം നോക്കാം. ഇപ്പോൾ കയറി. ഇവിടെ നിന്ന് കുറച്ച് വലിയ കയറ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി കയറാൻ സാധ്യതയില്ല. കണ്ട ബാക്കിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. റിവേഴ്സ് എടുക്കാൻ ഇവിടെ സ്ഥലമില്ല. ഒന്നും കൂടി ഒന്ന് കയറ്റി നോക്കാം. ഇല്ല, പറ്റൂല, കയറുന്നില്ല. അപ്പോൾ അത്ര ഉണ്ടായില്ല നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ. അപ്പോൾ ഇനി നമുക്കിനി വേറെ കുറച്ച് ബസ്സുകളും കൂടി നമ്മൾ ഈ ഒരു വഴി കൂടെ ഓടിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എന്തായാലും നമ്മളിടാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വഴി കയറാൻ പറ്റും നമ്മുടെ ഓഫ് റോഡ്. ഞാൻ നേരത്തെ പറഞ്ഞ ഓഫ് റോഡ് കാറുകൾക്കാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഹാൻഡ് ബ്രേക്ക് ഇട്ടേക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും.